കുഴിപ്പുള്ളതച്ച എവിടെ ഇരിക്കുകയാണ്? പിണക്കൊന്നും മാറിയില്ലേ ചായ്? കുഴിപ്പുള്ളതച്ച നടക്കാൻ പോണില്ല? കുഴപ്പമില്ലോ യേശു, നീ ഇനി എന്താ കടവിറക്കിയിട്ടും ഒരു കാര്യമില്ല. അച്ഛൻ നിന്നോട് പച്ചപ്പുല്ല് പറഞ്ഞാണ് വഴക്കിട്ടത്. മിണ്ടൂല എന്ന് പറഞ്ഞാ മിണ്ടൂല, അത്രേ ഉള്ളൂ. അച്ഛാ, നടക്കാൻ പോണില്ലേ? അച്ഛനൊരു മൂടില്ല മോളെ. അയ്യോടാ, ഇതല്ലേ ഞാൻ ഇത്ര നേരം ചോദിച്ചപ്പോ? അച്ഛൻ ചേട്ടൻ്റെ അടുത്ത് മിണ്ടത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ലോ. ചേട്ടാ, കേശുവോട് എന്താ മിണ്ടാത്തെ? സീതേ, എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുതട്ടാ. என்னங்க கேசு ரொம்ப பாவம் தான். ഞാനും പാവമാണ്. ചേട്ടാ ഒന്നും മിണ്ട് ചേട്ടാ. ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. ഇവരെന്താ പറഞ്ഞത്? ഇവൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുന്നു. അവൻ പോയി കണ്ടുപിടിക്കും. ക്ലൂ പറഞ്ഞു കൊടുത്താ ഞാൻ പച്ചപ്പുല്ല് പറയും കേട്ടോ, പിന്നെ ഞാൻ കൊണ്ടൂല. എന്റെ സമയമോശത്തിന് ഞാൻ ഇന്ന് ചെയ്ത ഒരേ ഒരു തെറ്റ് ആ സിനിമ കാണാൻ പോയതാണ്. ഞാൻ ചെയ്ത തെറ്റും അതാണ്. സംസാരിച്ച് കുഴപ്പമുള്ളതച്ഛൻ്റെ അടുത്ത് സംസാരിച്ചേ. അയ്യോ അച്ഛാ, അച്ഛൻ കേശവന്റെ അടുത്ത് മിണ്ടിയോ? ഇല്ല മോളെ, അച്ഛനൊരു ആത്മകഥം പറഞ്ഞതല്ലേ. അച്ഛൻ മിണ്ടിയിട്ടില്ല. എന്നാലും ഇത്രയും കാശൊക്കെ കൊടുത്ത് സിനിമാ കൊട്ടയെ പോയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാ വലിയ കഷ്ടാണേ. അമ്മ, ഇനി സിനിമയുടെ പേര് പറഞ്ഞോണ്ട് എന്നെ കളിയാക്കാൻ നിന്ന് കഴിഞ്ഞാല് പച്ചപ്പുല്ല് പറഞ്ഞ് ഞാൻ ആ കൂട്ടങ്ങ് കിട്ടും. വേണ്ട, കണ്ണാടി ഇല്ലാതെ തിയേറ്ററിലൊന്ന് പോയിരുന്നു നോക്ക്. മൊത്തം പുക പറയുള്ളൂ, ഒന്നും കാണാൻ പറ്റൂല. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ല അച്ഛാ, നമ്മള് പറഞ്ഞല്ലോ നമ്മൾ എന്തായാലും ആ സെയിം സിനിമ 2000 രൂപയുടെ സോഫയിൽ കിടന്ന് ഉറങ്ങിക്കാണും. കിടന്ന് കൊണ്ട് കാണും, വാക്ക് മാറിപ്പോയി, കിടന്ന് കൊണ്ട് കാണും. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഉറപ്പായിട്ടും പോകുന്നു. പക്ഷെ ഇത്തവണ പോകുമ്പോ അച്ഛൻ 2 കണ്ണട കൊണ്ടുപോകും. 2? അതെന്താ 2 കണ്ണാടി? ചുമ്മാ ഒരു വാശി. അയ്യോ, എന്താ മോനെ? അതൊരു ന്യൂസ് കണ്ടാ? അയ്യോ, എന്താ? പാലാരിവട്ടം KCBയിൽ വൻ അനാസ്ഥ. പാലാരിവട്ടത്ത് കഴിഞ്ഞ 7 ദിവസമായി കരണ്ട് ലഭ്യമല്ല. KCB ഉദ്യോഗസ്ഥർ മാങ്ങ പറിക്കാൻ പോയേക്കുവാണോ? പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്മാര് പണിയെടുക്കൂലേ? ചുമ്മാ KCB-നെ കുറ്റം പറയാൻ നിൽക്കരുതട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറ്റം പറഞ്ഞല്ലോ, ഇതിനകത്ത് ന്യൂസിൽ കണ്ട കാര്യം പറഞ്ഞ. KCB എന്ത് വിളിച്ച്? KCB എന്ത് പഴിച്ചെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒമ്മര ഭാഗത്തല്ലേ തെറ്റ്. അത് ജീവനക്കാരുടെ അനാസ്ഥ ഉണ്ടായിരിക്കുള്ളൂ. അതിന് KCB-നെ ഒന്നും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഒരു കൂട്ടം ജീവനക്കാർ ചേരുന്നതാണല്ലോ KCB, അല്ലാതെ KCB എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അത് നീ പറഞ്ഞത് കറക്റ്റാണ്. ചേച്ചി വന്നേ. പറഞ്ഞു കുഴപ്പമില്ല മോനെ കേശു, അതായത് എല്ലായിടത്തും ഇല്ല, എന്നാലും കുറച്ച് തൊഴിലാളികള് അവരുടെ അനാസ്ഥ കൊണ്ടായിരിക്കുള്ളൂ KCB-ക്ക് ഈ പഴി കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. അപ്പോൾ എന്താ പറയാ? കള്ള വണ്ടി കയറി എന്ന് പറയും. ആ വണ്ടി എന്ത് പിഴച്ചു? നമ്മളല്ലേ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത്. മനസ്സിലാവുണ്ടോ? വണ്ടിക്ക് കള്ളൻ എന്നുള്ള പേര് കിട്ടി. അതാണ് ഇവിടെ KCB-ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ നിനക്ക് വ്യക്തമായോ? കാര്യങ്ങളെ വ്യക്തമായി, എന്നാലും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ. എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല? എടാ, അച്ഛൻ അനുഭവ സമ്പത്തുള്ള ആളാണ്. അച്ഛൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയുള്ളൂ. അച്ഛനെ നിനക്ക് വിശ്വാസം ഉണ്ടോ? പിന്നെ അതെന്ത് ചോദ്യം? അത് എനിക്ക് അച്ഛനല്ല, ആരാ വിശ്വാസം? അപ്പൊ
ഇപ്പൊ അച്ഛൻ പറയുന്ന ഈ കാര്യങ്ങളും നീ വിശ്വസിക്കണം. ഓക്കേ ഓക്കെ അല്ലേ? കുഴിപ്പുള്ളത്തച്ഛൻ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിന്ന് പറയുമ്പോ ഞാനിത് കേൾക്കായിരിക്കും എന്റെ പൊന്നച്ഛാ. കേശു കൈ നീട്ട്, നീട്ട്, നീട്ടിക്കോ. ഇത് വെച്ചോ. ഇതിപ്പോ വാങ്ങിച്ച് നിങ്ങൾ പൊറോട്ട ഇറച്ചി തിന്നപ്പോ അച്ഛൻ പോയി മേടിച്ചതാ. പിണക്കില്ലായിരുന്ന എനിക്ക് ആരോട് എന്ത് പിണക്കം? എനിക്ക് നിങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കാൻ പറ്റൂടാ. ചേട്ടാ നടക്കാൻ പോണില്ലേ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു നടക്കാൻ പോണത്. 5 കിലോമീറ്റർ ഞങ്ങൾ പോവും. 5 കേട്ടാക്കണ മര്യാദക്ക് എന്റെ കൂടെ വന്നോ, ഇല്ലെങ്കിൽ പച്ചപ്പുല്ല് പറഞ്ഞ കൂട്ടുകെട്ടു. ഞാൻ വരാം. അതെ, പോണ വഴിക്ക് നമുക്ക് പൊറോട്ട ഇറച്ചിയും കഴിക്കും. വീണ്ടും പൊറോട്ട ഇറച്ചിയും കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം നടക്കാതിരിക്കരുത്. ഓക്കേണാ? കേസ് പോയാലോ? അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ഇത്രയുള്ള എന്റെ ചേട്ടൻ KCB-യുടെ കാര്യം പറഞ്ഞ മിണ്ടാതിരിക്കുന്ന ആൾക്കാരോട് വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് മിണ്ടും. കുഞ്ഞു പിള്ളേരുടെ മനസ്സല്ലയോ? അതിലും ചെറുതാ.